ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ, കുടുംബത്തിൽ, ലോകമെമ്പാടും കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർ സമാധാനമില്ലാതെ ദുഃഖത്തിലും വേദനയിലും പരിഭ്രമത്തിലും ലോകമെമ്പാടും കഴിഞ്ഞുകൂടുന്നു. യുദ്ധവും ദുരന്തങ്ങളും തകർച്ചകളും അത്യാഹിതങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുമ്പോൾ അനേകർ കണ്ണുനീരോടുകൂടെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. പലരും ഈ രാത്രിയിൽ ഭയം കൊണ്ട് കിടന്നുറങ്ങുന്നവരുണ്ട്, ഭയം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതിനാൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം എല്ലാ കുടുംബങ്ങൾക്കും, ഭവനങ്ങൾക്കും, വ്യക്തികൾക്കും, നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും, വിദേശത്തുള്ളവർക്ക്, പ്രത്യേകിച്ച് യുദ്ധവ്യാപിതമായ സ്ഥലങ്ങളിൽ എല്ലായിടവും സമാധാനവും സംരക്ഷണവും ഉണ്ടാകുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്കുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആയിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എത്തുന്ന സ്ഥലങ്ങൾ, കുടുംബങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതിനും സംരക്ഷിക്കപ്പെടുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. ഈ മാസത്തിൻ്റെ ആദ്യത്തെ വർക്കിംഗ് ഡേ ആയ നാളത്തെ ദിവസം ദൈവം എല്ലാം നമുക്ക് അനുകൂലമായി മാറ്റിത്തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ കാര്യങ്ങളെ ചെയ്യാനായി നമുക്ക് ശ്രമിക്കാം. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില നല്ല പുതിയ കാര്യങ്ങളെ ചെയ്യാൻ കർത്താവിനോട് ആലോചന ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാനായി, അഭിവൃദ്ധി ഉണ്ടാകാനായി, എല്ലാ മേഖലയിലും സമൃദ്ധി ഉണ്ടാകാനായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ ഉപയോഗിച്ച് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നമുക്കാവുന്നതുപോലെ ചില പുതിയ കാര്യങ്ങളെ നാളെ മുതൽ ചെയ്തു തുടങ്ങാൻ കർത്താവിനോട് കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളും, ഭയവും, ദുഃഖവും, നിരാശയും വേദനയും കർത്താവ് സുഖപ്പെടുത്തുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുമുറിവുകളിലൂടെ ഒഴുകിയ തിരുരക്തത്താലും തിരുജലത്താലും നമ്മുടെ ഓരോരുത്തരുടെയും അന്തരാത്മാവിന് വിശുദ്ധിയും സൗഖ്യവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി 91-ാം സങ്കീർത്തനം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ലോകമെമ്പാടുമുള്ള സകല ജനതകളും കർത്താവിനെ വിളിക്കുന്ന എല്ലാവരും പ്രത്യേകം കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്നതിനും ശത്രു അവരെ തൊടാത്തവണ്ണം ദൈവകരങ്ങളിൽ അവരായിരിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 91. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട്, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും.
നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ദീർഘായുസ്സു നൽകി നിന്റെ മക്കളെ നീ സംരക്ഷിക്കണമേ. കർത്താവേ, യുദ്ധവും ഭീകരതയും ദുരന്തങ്ങളും ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ നിന്റെ മക്കൾക്ക്, നിന്നെ രാവും പകലും വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കൾക്ക് കർത്താവേ, നീ ദീർഘായുസ്സു നൽകി എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, യുദ്ധത്തിൽ നിന്നും, ഭീഷണിയിൽ നിന്നും കർത്താവേ, നിന്റെ മക്കൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ, സംരക്ഷണം കൊടുക്കണമേ. ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും നീ നീട്ടിത്തരണമേ. ദൈവമേ, ദുഷ്ടൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ എന്നേക്കുമായി രക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വിദൂരത്തായിരിക്കുന്ന, വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ കാത്തുകൊള്ളണമേ. നിന്റെ പൊൻകരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, വിദേശത്തായിരിക്കുന്ന, പ്രത്യേകിച്ച് വിഷമഘട്ടത്തിലായിരിക്കുന്ന, പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ സംരക്ഷണം നൽകണമേ. കർത്താവേ, യാതൊരു അനർത്ഥങ്ങളോ ആപത്തോ അപകടങ്ങളോ ഉണ്ടാകാതെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, ഈ ലോകം മുഴുവനെയും നീ സംരക്ഷിക്കണമേ. ദൈവമേ, അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, പൈശാചികതയിൽ നിന്നും, ദുഷ്ടൻ്റെ എല്ലാ വക്രതയിൽ നിന്നും നിന്റെ മക്കളെ നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് കവചവും പരിചയമായിരിക്കണമേ. നിന്നിൽ അഭയം തേടുന്ന ഞങ്ങളെ എപ്പോഴും നിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. നിന്റെ വിശ്വസ്തതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾക്ക് പരിചയമായി, ഞങ്ങളുടെ സംരക്ഷണമായി എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ഞങ്ങൾ ഓരോരുത്തരും ആശ്രയിക്കുന്ന ദൈവവുമാണ്. അതിനാൽ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നീയാണ് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്നവൻ. നീയാണ് ഞങ്ങളെ മഹത്വമണിയിക്കുന്നവൻ. കർത്താവേ, ഇന്ന് രാത്രിയിൽ നിന്റെ അനന്തമായ വിശ്വസ്തതയും സ്നേഹവും സമാധാനവും സന്തോഷവും അനുഭവിച്ചറിഞ്ഞ് നിന്റെ ചിറകിൻ കീഴിൽ ശാന്തമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ ചുറ്റുപാടുമുള്ള അന്തരീക്ഷങ്ങൾ, വ്യക്തികൾ, പ്രശ്നങ്ങൾ, സ്ഥലങ്ങൾ, കർത്താവേ, നീ ഞങ്ങളെ ഇവരിൽ നിന്നെല്ലാം രക്ഷിക്കണമേ. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി നാളത്തെ പ്രഭാതം ആയുസ്സും ആരോഗ്യവും നൽകി നിന്റെ മഹിമയെ കാണാൻ ഞങ്ങളെ ഉണർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും, ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങൾക്കും, ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്നവരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ ചിറകിൻ കീഴിൽ നമ്മെ കാത്തു പരിപാലിക്കുകയും അവിടുത്തെ ശക്തമായ കരത്തിൽ നമ്മെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നാളത്തെ പ്രഭാതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും കർത്താവിൽ നിന്ന് സ്വീകരിക്കുവാൻ അവിടുന്ന് നമ്മെ വിളിച്ചുണർത്തി ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവിൻ്റെ സംരക്ഷണവും സമാധാനവും ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.